ഗംഗാവലിപ്പുഴയിൽ തിരച്ചിലിന് ഉപയോഗിക്കാൻ തൃശ്ശൂരിൽ നിന്നും എത്തിക്കാൻ ശ്രമിക്കുന്ന ഡ്രഡ്ജറിന് വെല്ലുവിളികൾ ഏറെയാണ്. പൊങ്ങിക്കിടന്ന് വെള്ളത്തിനടിയിലെ ചെളി നീക്കാൻ കെൽപ്പുള്ളതാണെങ്കിലും ഒഴുക്ക് 4 നോട്ട് കൂടിയാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ. കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച 2 ഡ്രഡ്ജറുകളിൽ ഒന്നാണിത്. ജേസൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷിരൂരിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്ന ഡ്രഡ്ജിങ് മെഷീനാണ് എനിക്ക് പുറകിലുള്ളത്. അതിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശദമായ പരിശോധനകൾ നടത്തി അതിനുശേഷം കൊണ്ടുപോകാനുള്ള ഒരുക്കം നടത്തുന്നു. അതിൻ്റെ കുറച്ച് ദിവസമായി അത് വർക്ക് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ പരിശോധന പൂർത്തിയായി. ഇപ്പോൾ അത് വർക്ക് ചെയ്ത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. പ്രധാനമായും ഷിരൂരിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യം ഉദ്യോഗസ്ഥരും അതിൻ്റെ സാങ്കേതിക വിദഗ്ധരും എത്തി പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. പക്ഷേ അതിനു മുൻപ് തന്നെ ഡ്രഡ്ജിങ് ക്രാഫ്റ്റ് അതിൻ്റെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കി ഏത് സാഹചര്യത്തെയും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. 6 അടി താഴ്ച വരെ നിൽക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഇത്. അതോടൊപ്പം തന്നെ 4 നോട്ട് ഒഴുക്കിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ ഇത് അവിടെ ചെന്ന് ഷിരൂരിൽ കൊണ്ടുപോയി അവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്കും മറ്റും പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ ഇതങ്ങോട്ട് കൊണ്ടുപോവുകയുള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഇപ്പോൾ തൃശ്ശൂരിലെ കോൾപ്പാടത്തിന് സമീപത്തുള്ള തോട്ടിലാണ് ഇപ്പോൾ അതിൻ്റെ പരിശീലന ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഉദ്യോഗസ്ഥരും അതിൻ്റെ ടെക്നീഷ്യനും ഉൾപ്പെടെയുള്ളവർ ആ സംവിധാനത്തിൻ്റെ ഒപ്പമുണ്ട്. പ്രധാനമായും ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഒരു പക്ഷേ ഇന്ന് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം ലഭിച്ചാൽ ഇന്ന് തന്നെ അത് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് കടക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിശദമായ പരിശോധനകൾ നടക്കുന്നത്. 6 ഒഴുക്ക് കുറവാണെങ്കിൽ 6 അടിയേക്കാൾ കൂടുതൽ താഴ്ചയുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല എന്നാണ് നേരത്തെ അതിൻ്റെ ടെക്നീഷ്യനും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത്. ഒഴുക്ക് ശക്തമായാൽ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആശങ്ക ഇവർക്കുമുണ്ട്. എങ്കിൽ പോലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഇതിൻ്റെ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതോടൊപ്പം സാങ്കേതികമായ എന്തെങ്കിലും തകരാറുകളുണ്ട്, അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ കോൾപ്പാടത്തോട് ചേർന്ന പാടത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ഉപയോഗിച്ച് വരികയാണ്. വളരെ വിജയകരമായി പ്രവർത്തിച്ച് വരുന്ന ഒരു ഉപകരണമാണ് ഈ മെഷീൻ. അതോടൊപ്പം മറ്റു പല സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല. പുറത്തെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിടത്തൊന്നും ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് വളരെ വിജയകരമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിർമ്മിച്ച കമ്പനി ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റാണ്. കോഴിക്കോട് പേരാമ്പ്രയിലുള്ള മലയിൽ ഇൻഡസ്ട്രീസാണിത് നിർമ്മിച്ചത്. ഇവർ ഇപ്പോൾ അത് പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കുന്നു. ഇതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പക്ഷേ കൊണ്ടുപോകും. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു കൺസെൻറ്റ്, അവിടെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ്, വളരെ വിജയകരമായി അവിടുത്തെ ഒഴുക്കിനെ അതിജീവിച്ച് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിയുമെന്നുള്ള ഉറപ്പ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതിൻ്റെ രംഗത്തെ വിദഗ്ധരും നിർദ്ദേശിക്കുന്നതനുസരിച്ചായിരിക്കും ഇത് കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്നതിൻ്റെ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്.